വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. സോ നമ്മൾ ആക്ടിവിറ്റി റേഷ്യോയിൽ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ, അതുപോലെ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഇത് മൂന്നും ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. സോ അതിൽ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ അതിന് പേരിൽ തന്നെയുണ്ട് ടോട്ടൽ അസറ്റും ടേൺ ഓവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആൻഡ് സെയിൽസ്. അതായത് സെയിൽസും ടോട്ടൽ അസറ്റ്സും തമ്മിലുള്ള വ്യത്യാസം, തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോയിലൂടെ പറയുന്നത്. അതായത് എത്രത്തോളം സെയിൽസ് ടോട്ടൽ അസറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം സെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ഓവർ റേഷ്യോ ഓർ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. സോ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. So a high total asset turnover ratio indicates better efficiency of management in the utilization of total assets or total funds of the business. അതായത് കമ്പനിയുടെ മുഴുവൻ അസറ്റ്സുകളും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഹൈ ടേൺ ഓവർ റേഷ്യോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹൈ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ അസറ്റ്സ് കംപ്ലീറ്റ്ലി നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തു, എന്നിട്ട് നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതേസമയം ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഇൻഎഫിഷ്യൻസി ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ബൈ ദി മാനേജ്മെൻറ്റ്. ടോട്ടൽ അസറ്റ്സ് കംപ്ലീറ്റ്ലി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇവർ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ കറൻറ്റ് അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും ഉൾപ്പെടും. ഓക്കെ. സോ ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റേഷ്യോ അല്ല, എങ്കിൽ കൂടി മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റേഷ്യോ ആണ്. എ ബിസിനസ് എൻ്റർപ്രൈസ് പർച്ചേസസ് ഫിക്സഡ് അസറ്റ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ ബിസിനസ്. വിത്തൗട്ട് ഫിക്സഡ് അസറ്റ്സ് ഇറ്റ് കനോട്ട് മേക്ക് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. റൈറ്റ്. ഫിക്സഡ് അസറ്റ്സ് ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു ബിസിനസ് നടത്താൻ പറ്റില്ല. നമുക്കതിലൂടെ സെയിൽസ് ഉണ്ടാക്കാനോ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല. For knowing whether the fixed assets are effectively utilized or not, this ratio is used. നമ്മൾ ഈ റേഷ്യോ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് അസറ്റും ടേൺ ഓവറും, അതായത് എത്രത്തോളം ഫിക്സഡ് അസറ്റ്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് റേഷ്യോ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്. It measures the efficiency with which a firm is utilizing its fixed asset in generating sales. സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫിക്സഡ് അസറ്റിൻ്റെ പോർഷൻ നമ്മൾ എത്ര യൂട്ടിലൈസ് ചെയ്തു, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര സെയിൽസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അറിയാനാണ് ഈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. ഓക്കെ. സോ നെറ്റ് സെയിൽസ് നമുക്കറിയാം ഗ്രോസ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറച്ചതാണ് നെറ്റ് സെയിൽസ്. ദെൻ സംടൈംസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ടേക്കൺ ഇൻ ദ പ്ലേസ് ഓഫ് സെയിൽസ്. നമുക്ക് നെറ്റ് സെയിൽസ് അവൈലബിൾ അല്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസും അതിന് പകരമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. സാധാരണ ഈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോവും നമ്മൾ നമ്പർ ഓഫ് ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെറ്റ് ഫിക്സഡ് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യില്ല. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ്സുകൾ മാത്രം. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് ഐറ്റം, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ശരിക്കും അത് ഫിക്സഡ് അസറ്റിൻ്റെ കാറ്റഗറിയിലാണ് പെടുക. പക്ഷേ എങ്കിൽ കൂടിയും ഈ ഇക്വേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും സെയിൽസിനെ അഫക്റ്റ് ചെയ്യില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൂടിയത് കൊണ്ട് സെയിൽസ് കൂടും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞത് കൊണ്ട് സെയിൽസ് കുറയും, അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും സെയിൽസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യാത്തത്, ഈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ എന്താണ് ഈ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ഫിക്സഡ് അസറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ്. This ratio is calculated in determining to what extent the investment in fixed assets have been achieving its objective of generating sales. ഫിക്സഡ് അസറ്റിൽ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ആവാം, ഫർണിച്ചർ ആവാം, അല്ലെങ്കിൽ മെഷീനറി ആകാം,
ഇതിലൊക്കെ നമുക്ക് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ മീൻ ചെയ്യുന്നത്. സോ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ പറയുക? ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ലോ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ്. ഓക്കെ, സോ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോനേക്കാളും ഒന്നുകൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റേഷ്യോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് നമുക്ക് തന്നിരിക്കുന്നു 2,40,000 കോസ്റ്റ് പ്രൈസിലുള്ളതാണ് തന്നിട്ടുള്ളത്. ദെൻ അറ്റ് കോസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് 2,40,000 ആണ്. ദെൻ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ടിൽ ഡേറ്റ്, ഡിപ്രീസിയേഷൻ എല്ലാം കൂടെ 40,000 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഫിക്സഡ് അസറ്റിൽ ഡിപ്രീസിയേഷൻ ഒന്നും നമ്മൾ കുറച്ചിട്ടില്ല. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് എത്രയാണോ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ അതാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രോസ് സെയിൽസ് തന്നിരിക്കുന്നത് 12,50,000, സെയിൽസ് റിട്ടേൺസ് 50,000, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 1,50,000. സോ ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, ഇവിടെ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഗ്രോസ് സെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഗ്രോസ് സെയിൽസും അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺസും തന്നിട്ടുണ്ട്. സോ ഗ്രോസ് സെയിൽസ് 12,50,000, അതിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് 50,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 12 lakhs. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെറ്റ് ഫിക്സഡ് അസറ്റ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? ഫിക്സഡ് അസറ്റ് കോസ്റ്റ് പ്രൈസിലുള്ളത് 2,40,000 തന്നിരിക്കുന്നു. ഡിപ്രീസിയേഷൻ 40,000 തന്നിരിക്കുന്നു. സോ നമ്മളിത് കുറച്ച് കഴിഞ്ഞാൽ 2,40,000 ആണ്, 2 lakh ആണ്. 2,40,000 നിന്നും 40,000 കുറച്ച് കഴിഞ്ഞാൽ 2 lakh ആണ് നെറ്റ് ഫിക്സഡ് അസറ്റ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഐറ്റം തന്നിട്ടുണ്ട് 1,50,000. അത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഒരിക്കലും ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യില്ല. ശരിക്കും ഇത് ഫിക്സഡ് അസറ്റിൽ പെടുന്നതാണെങ്കിൽ പോലും നമ്മളതിന് റീസൺ പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും സെയിൽസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൺസിഡർ ചെയ്യില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ 2 ഐറ്റംസും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇക്വേഷൻ 12 lakhs divided by 2 lakhs. So we get 6 times. 6 times ആണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. സോ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഹയർ ദാൻ സോ ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കിട്ടിയിരിക്കുന്നത് 6 times ആണ്. സോ ഇവിടെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് ഹൈ ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് റേഷ്യോ ഒന്നും നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഇവിടെ മറ്റുള്ള ഫേംസിൻ്റെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലുള്ള റേഷ്യോ എത്രയാണോ അതിനോട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ 6 times ആണ്. അതായത് പിന്നെ സെയിൽസ് ഫിക്സഡ് അസറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അതെന്തായാലും പിന്നെ ഒരു ആവറേജ് ലെവലിൽ അവർക്ക് കമ്പനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ വേറൊരു ഫേമിൻ്റെയോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രീവിയസ് ഇയറിലേക്കോ തന്നിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? കമ്പയർഡ് വിത്ത് അവർ കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, സോ ഇതാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ദ നെക്സ്റ്റ് വൺ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റേഷ്യോ ആണ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. അതായത് കറൻറ്റ് അസറ്റ്സ് വിൽ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, സെയിൽസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കറൻറ്റ് അസറ്റ്സും ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ്? കറൻറ്റ് അസറ്റ്സിൽ ഇൻക്ലൂഡഡ് ആണ് ക്യാഷ്, അതുപോലെ ഡെറ്റേഴ്സ്, സ്റ്റോക്ക്. ഇതൊക്കെ സെയിൽസുമായി ബന്ധപ്പെട്ട ഐറ്റംസാണ്. സോ കറൻറ്റ് അസറ്റ്സ് സെയിൽസുമായിട്ട് വളരെയധികം
ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറച്ചതാണ്. കറണ്ട് ലയബിലിറ്റി എന്താണ്? നമുക്ക് ഈ സെയിൽസ് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പർച്ചേസസ് വേണം. സോ ഈ പർച്ചേസസ് കിട്ടാൻ അല്ലെങ്കിൽ നെറ്റ് പർച്ചേസസ് ഉണ്ടാകുന്ന സമയത്ത് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രെഡിറ്റേഴ്സ് വരുന്നു, ബിൽസ് പേയബിൾ വരുന്നു. അപ്പോഴാണ് നമുക്ക് കറണ്ട് ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത്. സോ കറണ്ട് ലയബിലിറ്റി കറണ്ട് അസറ്റും അതായത് വർക്കിംഗ് ക്യാപിറ്റൽ സെയിൽസുമായി വളരെ ബന്ധപ്പെട്ടതാണ്. സോ ദ റിലേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇവിടെ നമ്മൾ സെയിൽസും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The ratio shows how many times the working capital is turned over to generate sales. എത്ര തവണയാണ് വർക്കിംഗ് ക്യാപിറ്റലിന് നമ്മൾ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര പെട്ടെന്നാണ് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ സംടൈംസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ടേക്കൺ ഇൻസ്റ്റെഡ് ഓഫ് സെയിൽസ്. നമുക്ക് സെയിൽസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് എടുക്കാം. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. സോ ദിസ് റേഷ്യോ ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ടൈംസ്. സോ ഈ റേഷ്യോസ് ഒക്കെ നമ്മൾ നമ്പർ ഓഫ് ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി റേഷ്യോസ് എല്ലാം നമ്മൾ നമ്പർ ഓഫ് ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുക. ആക്ടിവിറ്റി റേഷ്യോൻ്റെ ഒരു പ്രത്യേകത, ടേൺ ഓവർ റേഷ്യോൻ്റെ പ്രത്യേകത, നോമിനേറ്റർ ഐറ്റം എപ്പോഴും നെറ്റ് സെയിൽസ് ആയിരിക്കും. ഡിനോമിനേറ്റർ ഐറ്റം എന്താണോ, ഏത് റേഷ്യോ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഐറ്റംസ്. ഓക്കെ, then ideal working capital turnover ratio is 7 to 8 times. ഇവിടെ നമുക്ക് ഐഡിയൽ റേഷ്യോ തന്നിട്ടുണ്ട്. 7 to 8 ടൈംസ് ആണ് ഐഡിയൽ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇനി ഈ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ മേക്കിംഗ് സെയിൽസ്. ദറ്റ് ഈസ് ഇറ്റ് മെഷേഴ്സ് എഫിഷ്യൻസി ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് മാനേജ്മെൻ്റ് ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒക്കെ പോലെ തന്നെ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാം? ഹയർ ദ റേഷ്യോ ബെറ്റർ ഈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. That means a lower investment in working capital has generated more volume of sales. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടും സെയിൽസ് കൂടുതലാവുകയാണ് എന്നുള്ളത് നമുക്ക് പറയാം. എങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ കുറവും നെറ്റ് സെയിൽസ് വളരെ കൂടുതലും ആകുമ്പോഴാണ് നമുക്ക് ഹയർ റേഷ്യോ കിട്ടുക. പക്ഷേ എ വെരി ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഓവർ ട്രേഡിംഗ്. പക്ഷേ റേഷ്യോ കൂടി പോയിട്ടുണ്ടെങ്കിൽ അതും ആപത്താണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഓവർ ട്രേഡിംഗ് ആണ്. അതായത് നമുക്ക് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻ അത്ര നല്ലൊരു സിറ്റുവേഷൻ അല്ല. ഓവർ ട്രേഡിംഗ് എന്നുള്ള സിറ്റുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറായിട്ട് ട്രേഡിംഗ് നടത്താം. അതായത് നമുക്കുള്ള റിസോഴ്സസിനേക്കാളും കൂടുതൽ, നമുക്കുള്ള ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു മാർജിൻ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് ചെയ്യേണ്ട ആ ഒരു മാർജിനേക്കാളും കൂടുതലായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓവർ ട്രേഡിങ്ങിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. അതായത് നമ്മളുടെ എക്സസീവ് ബോറോയിങ് ഉണ്ടാകും, നമ്മളുടെ പിന്നെ പ്രോഫിറ്റ് മാർജിൻ കുറയും, പിന്നെ സപ്ലയറിൻ്റെ സപ്പോർട്ട് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഓവർ ട്രേഡിംഗ് കൊണ്ടുണ്ടാകും. സോ എപ്പോഴും ഒരു ബിസിനസ് ഓവർ ട്രേഡിംഗ് ആണോ അണ്ടർ ട്രേഡിംഗ് ആണോ എന്നുള്ളത് ഫ്രീക്വൻ്റ്ലി അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഹൈ റേഷ്യോ വളരെ കൂടുതലായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവർ ട്രേഡിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എപ്പോഴും ഒരു 7 to 8 ടൈംസ് ഉള്ള ഒരു ആവറേജ് റേഞ്ചിൽ വരണം. ഓക്കെ, അതായത് ഓവർ ട്രേഡിംഗ് ദിസ് മീൻസ് ദാറ്റ് ദർ ഈസ് ഇനാഡിക്വസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ടു സപ്പോർട്ട് ദ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് സെയിൽസ്. നമുക്ക് സെയിൽസ് കൂടിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മളുടെ കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എ ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് അണ്ടർ ട്രേഡിംഗ്. ലോ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അണ്ടർ ട്രേഡിംഗ് ആണ്. ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ്ഡ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ്. നമ്മൾ ഡെറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അങ്ങനെയുള്ള റിസീവബിൾസിനെയൊന്നും നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം. സോ നമുക്കറിയാം സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 7 to 8 ടൈംസ് ആണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെയും ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് സെയിൽസ് 5,75,000, sales returns 15,000, current assets 2 lakh and current liability 1,20,000. സോ നമുക്കറിയാം എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷനും.
വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. സോ നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആണ്. സോ സെയിൽസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 5,75,000 ആണ്. 5,75,000 നിന്ന് 15,000 സെയിൽസ് റിട്ടേൺസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5,60,000 കിട്ടും. സോ ഇതാണ് നെറ്റ് സെയിൽസ്. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലൈബിലിറ്റി. ഇവിടെ കറൻറ്റ് അസറ്റ് 2 lakh, കറൻറ്റ് ലൈബിലിറ്റി 1,20,000. സോ ഡിഫറൻസ് 80,000 ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ നമ്മളുടെ നോമിനേറ്റർ ഐറ്റം 5,60,000, ഡിനോമിനേറ്റർ 80,000. സോ നമുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് 5,60,000 divided by 80,000. ദാറ്റ് ഈസ് നമുക്ക് തരുന്ന റിസൾട്ട് 7 times ആണ്. 7 times ഓക്കെയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റൊട്ടേറ്റഡ് 7 times ഓൺ എൻ ആവറേജ് ടു ജനറേറ്റ് സെയിൽസ്. 7 times വരെ നമുക്ക് പോസിബിൾ ആണ്. കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 7 to 8 times ആണ്. സോ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നമ്മുടെ ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോനെ കുറിച്ച് പറയാനുള്ളത്. സോ നമ്മൾ ആക്ടിവിറ്റി റേഷ്യോയിൽ പ്രധാനപ്പെട്ട 6 റേഷ്യോസാണ് ഡിസ്കസ് ചെയ്തത്. ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ടോട്ടൽ അസറ്റ്, ഫിക്സഡ് അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. സോ ഈ റേഷ്യോൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മൾ നമ്പർ ഓഫ് ടൈംസിലാണ് പറയുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ വരുന്നത്, പിന്നെ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ ഡിനോമിനേറ്റർ വരുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഡെറ്റേഴ്സിൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റേഴ്സിൽ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. ബാക്കിയുള്ള ഈ 3 എണ്ണത്തിലെ നെറ്റ് സെയിൽസ് ആണ് നോമിനേറ്റർ ആയിട്ട് വരുന്നത്. പിന്നെ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മുടെ ഓരോ റേഷ്യോയിൽ ഏതാണോ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഡിനോമിനേറ്റർ ആണ് വരുന്നത്. സോ ഈ റേഷ്യോസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇത് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.